നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ബാലരാമപുരത്ത് ദേവേന്ദു എന്ന് പറയുന്ന വെറും 2 വയസ്സുള്ള പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അതും ആ കുട്ടിയുടെ അമ്മാവൻ, ആ കുട്ടിയുടെ അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് കുട്ടിയെ കിണറ്റിലിട്ട് കൊല ചെയ്യപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആ കുട്ടി കിണറിനുള്ളിൽ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകാം, എന്തുമാത്രം ശ്വാസം മുട്ടലുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. അതിനേക്കാൾ ഉപരി താൻ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്ന അമ്മയും അമ്മാവനുമാണ് തൻ്റെ ജീവൻ എടുക്കുന്നതെന്നറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ആത്മാവ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകാം. വളരെ വിഷമകരമാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യം എന്ന് പറയാം. ഇടയ്ക്കൊരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടതുപോലെ അസുഖങ്ങളുണ്ട്, ക്ഷമയുണ്ട്, ക്ഷമിക്കാം. ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടതുപോലെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ ഈ മയക്കുമരുന്നടിച്ച് വെട്ടിക്കൊല്ലാൻ വരുന്നവരുടെ മുന്നിൽ ധീരമായി പിടിച്ചു നിൽക്കാനുള്ള ആത്മബലവും ശാരീരികമായ ബലവും ഉണ്ടാകണം. അല്ലെങ്കിൽ കേരളം വിട്ട് എങ്ങോട്ടെങ്കിലും മാറി ജീവിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഇത് രണ്ടുമല്ലാതെ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണ്. കാരണം ഓരോ ദിവസം പത്രങ്ങളെടുത്ത് നോക്കിയാലും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആളുകളെ വെട്ടിക്കൊല്ലുന്ന ഈ ക്രിമിനലുകളുടെ അല്ലെങ്കിൽ സൈക്കോകളുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബാലരാമപുരത്ത് ഈ പെൺകുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവനും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നലെ ചോട്ടാനിക്കരയിൽ 20 വയസ്സുകാരിയെ അതിക്രൂരമാം വിധം ബലാത്സംഗത്തിനിരയാക്കി. ആ പെൺകുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അനൂപ് എന്ന് പറയുന്ന ക്രിമിനലും മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടാണ് ആ പെൺകുട്ടിയെ നിരന്തരമായി വീട്ടിൽ പോയി ശല്യം ചെയ്യുന്നത്. ആ പെൺകുട്ടിയുടെ അമ്മയും അയൽക്കാരും പോലീസിൽ പരാതി കൊടുത്തു. 62 അയൽക്കാർ ഒന്നു ചേർന്നാണ് പോലീസിൽ പരാതി കൊടുത്തത്. എന്നിട്ടും പോലീസ് അതിനെപ്പറ്റി അന്വേഷിച്ചില്ല എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം വളരെ മലീമസമായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ മയക്കുമരുന്നടിച്ച് സൈക്കോയായി പോകുന്ന ആളുകളുടെ അറ്റംപ്റ്റ് ഏത് നിമിഷവും എപ്പോഴും നമുക്ക് നേരെ ഉണ്ടാകാം എന്നൊരു പ്രതീതി. ഇപ്പോൾ പെരുമാതുറയിൽ ആതിര എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ വഴി പരിചയപ്പെട്ട കാമുകനാൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി, അവളെയും കൊന്നത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഈ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്ന കൊലപാതകങ്ങളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ അതെല്ലാം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളാണ് എന്ന് കാണാം. അല്ലെങ്കിൽ വേറൊന്ന് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കൊലകളാണെന്ന് കാണാം. ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വേറൊരു കൊലപാതകമാണ് നെന്മാറയിൽ ചെന്താമര എന്ന് പറയുന്ന സൈക്കോ കൊല ചെയ്ത 3 വ്യക്തികൾ. ആ ചെന്താമര എന്ന് പറയുന്ന സൈക്കോ 3 പേരെ കൊല ചെയ്യുന്നതിനുള്ള കാരണം അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയി. ഭാര്യ പിണങ്ങിപ്പോകിയ കാരണമെന്തെന്ന് അന്വേഷിക്കാനായിട്ട് അയാളുടെ ജോത്സ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജോത്സ്യൻ പറഞ്ഞു, നിങ്ങളുടെ വീടിനടുത്തുള്ള നീണ്ട മുടിയുള്ള ഒരു പെണ്ണ് കൂടോത്രം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോയെന്ന്. അപ്പോൾ ചെന്താമര നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ നീണ്ട മുടിയുള്ള സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവരെ നേരെ പോയി വെട്ടിക്കൊന്നു. ജോത്സ്യൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ. അതിനുശേഷം 6 വർഷം കഴിച്ച് ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവിനെയും അതുപോലെ ഭർത്താവിൻ്റെ മാതാവിനെയും വെട്ടിക്കൊന്നു. അതുപോലെ ഗ്രീഷ്മയോട് ജോത്സ്യൻ പറഞ്ഞു, നമ്മുടെ ഗ്രീഷ്മ എന്ന് പറയുന്ന കഷായം ഗ്രീഷ്മ, ഷാരോൺ കൊലക്കേസ് പ്രതിയായ ഗ്രീഷ്മയോട് ജോത്സ്യൻ പറഞ്ഞു, നിങ്ങളെ കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകും, രണ്ടാമത്തെ ഭർത്താവ് മാത്രമേ നിങ്ങൾക്ക് സ്വസ്ഥമായൊരു ജീവിതം നയിക്കാൻ പറ്റൂ. ഗ്രീഷ്മ ഉടനെ ഷാരോൺ രാജിനെ വളച്ചു, കല്യാണം കഴിച്ചു, അവന് കഷായം കൊടുത്ത് തട്ടി. അപ്പോൾ അന്ധവിശ്വാസം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ എണ്ണം ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയാൽ 1, 2, 3 അല്ല. നമ്മുടെ സമൂഹഘടനയുടെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിത് കണ്ട് നമുക്ക് തന്നെ ഇതൊരു ഞെട്ടലുളവാക്കുന്ന കാര്യമല്ല. കാരണം ഇതൊരു സാധാരണ സംഭവം ആയി മാറിയിരിക്കുന്നു. നേരത്തെയൊക്കെ നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളത്ത് ഒരു വീട്ടിൽ കയറി ഒരുത്തൻ 3 പേരെ കൊന്നു. അതും ഈ ഡ്രഗിൻ്റെ ഉപയോഗം കൊണ്ടാണ് എന്നതാണ് വാസ്തവം. അപ്പം മയക്കുമരുന്നും അതുപോലെ അന്ധവിശ്വാസവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നത് വളരെ അപകടകരമാണ്.
ഇതിനൊക്കെതിരെ ഒരു ബോധവത്കരണ ശ്രമവുമായി സർക്കാരും അതുപോലെ പോലീസും ഒക്കെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.